Assalamualaikum warahmatullah. അടുത്തായിട്ട് നമുക്ക് സൊല്യൂഷൻ മൊഡ്യൂൾ 4 ഇന്റർവ്യൂ ആൻഡ് ടെക്നിക്സ് ആൻഡ് ഓൺ സ്ക്രീൻ ടെക്സ്റ്റ്. അപ്പോൾ നമ്മളൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരുപാട് ഇൻ്റർവ്യൂകൾ ഉണ്ടാവും. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഫോക്കസിംഗ് പ്രിപ്പറേഷൻസ്, വിഷ്വൽ ഫ്രെയിമിംഗ്, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് വിതിൻ ആൻഡ് യൂസ് ഓഫ് സ്ക്രീൻ ടെക്സ്റ്റ്. ഒരു ഡോക്യുമെൻ്ററി നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് ഇൻ്റർവ്യൂ എന്നുള്ളത്. അതിൽ നമുക്ക് ഫസ്റ്റ് ചർച്ച ചെയ്യുന്നത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് ആൻഡ് എത്തിക്സ്. ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻസ് ആൻഡ് എത്തിക്സുകൾ ഫസ്റ്റായിട്ട് നമ്മൾ റിസർച്ച് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഓഫ് സബ്ജക്റ്റുകൾ. മൊത്തത്തിലുള്ള ആ വിഷയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഡിഫൈനിങ് ദി പർപ്പസ് ഓഫ് ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൻ്റെ പർപ്പസ് എന്നാണ് ഡിഫൈൻ ചെയ്യണം. ഡെവലപ്പിംഗ് ഓപ്പൺ എൻഡഡ് ആൻഡ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങൾ ഒക്കെ അന്വേഷിച്ചുകൊണ്ട് അത് കണ്ടെത്തുന്നതാണ് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യങ്ങൾ. പ്രീ ഇൻ്റർവ്യൂ കോൺവെർസേഷൻസ് ആൻഡ് കൺസെൻറ്റ്. മുമ്പെന്നാണ് ഇൻ്റർവ്യൂ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ നടത്തണം. പിന്നെ പവർ റിലേഷൻസ് ബിറ്റ്വീൻ ഫിലിം മേക്കേഴ്സ് ആൻഡ് സബ്ജക്റ്റിൻ്റെ ഇടയിലും അതുപോലെ തന്നെ അത് ഫിലിം മേക്കേഴ്സിൻ്റെ ഇടയിൽ നിന്ന് നല്ലൊരു ബന്ധം നിലനിർത്തേണ്ടതുണ്ട്. പിന്നെ സെൻട്രൽ സെൻസിറ്റിവിറ്റി ആൻഡ് പ്രസൻറ്റേഷൻസ്. പിന്നെ ഹാൻഡിലിംഗ് ട്രോമാറ്റിക് ഓർ സെൻസിറ്റീവ് ടോപ്പിക്സുകൾ. ഇതൊക്കെയാണ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എത്തിക്സുകൾ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തത് ഇൻ്റർവ്യൂ ഫ്രെയിമിംഗ് ആൻഡ് വിഷ്വൽ കോമ്പോസിഷൻ. ഫസ്റ്റായിട്ട് ഇൻ്റർവ്യൂ സ്റ്റൈൽസുകളാണ്. ഒന്ന്, ഇൻ്റർവ്യൂ പല രീതിയിലുണ്ടാവും. ഫോർമൽ കോൺവെർസേഷൻ ഉണ്ടാവും, അതിൽ ഒബ്സർവേഷൻ രീതിയിലുള്ള ഇൻ്റർവ്യൂ ഉണ്ടാവും. ക്യാമറ പ്ലേസ്മെൻറ്റ്, ഐ ലൈൻ ഓഫ് ക്യാമറ, ഡയറക്റ്റ് എൻട്രൻസ്, ഇങ്ങനെ പല രീതിയിലുള്ള ഇൻ്റർവ്യൂകൾ ഉണ്ടാകേണ്ടതുണ്ട്. പിന്നെ ഷോർട്ട് സൈസുകൾ, ക്ലോസപ്പ് മീഡിയ ഷോട്ട്, റോൾ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഹെഡ് റൂം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത് ആൻഡ് ലൊക്കേഷൻ റിലവൻസ് വളരെ അത്യാവശ്യമാണ്. ലൈറ്റിംഗ് കൺസിഡറേഷൻ ഫോർ ഇൻ്റർവ്യൂസ്. പിന്നെ സൗണ്ട് ക്ലാരിറ്റി ആൻഡ് മൈക്രോഫോൺ പ്ലേസ്മെൻറ്റ്. ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അതിന്താണ് ഒരുപാട് നല്ല രീതിയിലുള്ള സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാവണം. മൈക്രോഫോൺ പ്ലേസ്മെൻറ്റുകൾ ഇതൊക്കെ എന്താണ് വളരെ അത്യാവശ്യമാണ്. എന്താണ് ബിൽഡിംഗ് ഇൻറ്റിമസി ആൻഡ് ക്രെഡിബിലിറ്റി. ഒന്നാമതായിട്ട് പറയുന്നത് എസ്റ്റാബ്ലിഷ് ട്രസ്റ്റ് ആൻഡ് റപ്പോർട്ട്. ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയ ഉയർത്തുന്നതാണ്. ആക്റ്റീവ് ലിസണിങ് ആൻഡ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസുകൾ എന്താണ് ഫോളോ അപ്പ് ചെയ്യണം. സൈലൻസ് ആസ് എ നറേറ്റീവ് ടൂൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൈലൻസ്. ശ്രദ്ധത പാലിക്കേണ്ടതുണ്ട്. പിന്നെ ഇമോഷണൽ എൻഗേജ്മെൻറ്റ് വിത്തൗട്ട് മാനിപ്പുലേഷൻ കൂടെ എന്താണ് ഇമോഷണലായിട്ട് എൻഗേജ് ചെയ്യണം. ഒതൻറ്റിസിറ്റി ആൻഡ് പെർഫോമൻസ് ഇൻ ഇൻ്റർവ്യൂസ്. ഇൻ്റർവ്യൂകളിൽ പല നല്ല രീതിയിൽ എന്താണ് പെർഫോമൻസ് ചെയ്യണം. പിന്നെ എത്തിക്കൽ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ഓഡിയൻസ് ട്രസ്റ്റാണ് വളരെ മസ്റ്റായ കാര്യമാണ്. അതായത് ഓൺ സ്ക്രീൻ ടെസ്റ്റ് ആൻഡ് ലോവർ തേർഡ്സ്. പർപ്പസ് ഓഫ് ഓൺ സ്ക്രീൻ ടെസ്റ്റിംഗ് ഡോക്യുമെൻറ്റ്സ് ഒരുപാട് പർപ്പസ് കണ്ട്. ലോവർ തേർഡ്സ്, നെയിം, ടൈറ്റിൽസ്, കോണ്ടസ്റ്റിൽ ഇൻഫർമേഷൻസുകൾ, ഡിസൈൻസ് പ്രിൻസിപ്പൾസ്, പിന്നെ പ്ലേസ്മെൻറ്റ്, ടൈമിങ്, ഇതൊക്കെ എന്താണ് പ്രധാന ഘടകങ്ങളാണ്. പിന്നെ അക്യുറസി ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ, അവോയ്ഡിങ് സെൻസേഷണൽ ലേബലിംഗ്, യൂസ് ഓഫ് സബ്ടൈറ്റിൽ ആൻഡ് ട്രാൻസ്ലേഷൻ. ഒരു ഡോക്യുമെൻ്ററി അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഒരുപാട് സബ്ടൈറ്റുകൾ കാണാം, ട്രാൻസ്ലേഷൻസുകൾ കാണാം. ഇതൊക്കെ എന്താണ് ഓൺ സ്ക്രീൻ ടെസ്റ്റാണ്. പിന്നെ ടെക്സ്റ്റ് ആസ് എ നറേറ്റീവ് ആൻഡ് ഐഡിയോളജിക്കൽ ഫ്രെയിം. ടെക്സ്റ്റ് എന്താണെന്നാണ് വളരെ ആൾക്കാർക്ക് ഇംപ്രഷൻസുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഐഡിയോളജിക്കൽ ഫ്രെയിം. പിന്നെ ഇതിൽ കേസുകൾ ക്ലോസപ്പ് ഇൻ്റർവ്യൂ ഉണ്ടാവും, മീഡിയം ക്ലോസപ്പ് ഇൻ്റർവ്യൂ ഉണ്ടാവും, പിന്നെ എൻവയോൺമെൻറ്റൽ മീഡിയം ഷോട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓൺ സ്ക്രീൻ ടെസ്റ്റ് എന്താണ്, ലോവർ തേർഡ്സ് എന്നാണ്. ഓൺ സ്ക്രീൻ ടെസ്റ്റുകൾ നമുക്ക് ഒരുപാട് ഫിലിമുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഡോക്യുമെൻ്ററികൾ കാണുമ്പോൾ കാണാൻ സാധിക്കും. പല ഭാഷകളിലുള്ള അല്ലെങ്കിൽ ഒരു ഭാഷകളുടെ ഡോക്യുമെൻ്ററികൾ, സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മുടെ സ്ക്രീൻ ബോർഡിൽ നിന്ന് ഓൺ സ്ക്രീൻ ബോർഡിൽ സബ്ടൈറ്റിലുകൾ കാണാം, ട്രാൻസ്ലേഷൻസുകൾ കാണാം. ഇതൊക്കെ എന്താണ് ഓൺ സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറയുന്നത്.
ഇതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.